നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ 2024 LBS വഴി ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ ഇൻഡെക്സ് മാർക്കും അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്, കാറ്റഗറി റാങ്ക്, ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. 2025 LBSൻ്റെ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ 4 തീയതി വരെ ആപ്ലിക്കേഷൻ ഫീസ് നൽകാം. അതിനുശേഷം ജൂൺ 7 വരെ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. 14 ഗവൺമെൻറ് കോളേജുകളാണ് ഉള്ളത്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൻ്റെയും കാറ്റഗറി റാങ്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള റാങ്കാണ്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, പത്തനംതിട്ട, വയനാട് ജില്ലകളിലാണ് ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. 299.17 ആണ് ഇൻഡെക്സ് മാർക്ക്. SC കാറ്റഗറിയിൽ പത്തനംതിട്ട കോളേജിലാണ് ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. 292.5 ആണ് ഇൻഡെക്സ് മാർക്ക്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 975, കാറ്റഗറി റാങ്ക് 179. ST കാറ്റഗറിയിൽ ഇൻഡെക്സ് മാർക്ക് 219.17, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 54,989, കാറ്റഗറി റാങ്ക് 30. തിരുവനന്തപുരത്താണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഈഴവ കാറ്റഗറിയിൽ 298.34 ഇൻഡെക്സ് മാർക്ക്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 2231, കാറ്റഗറി റാങ്ക് 381. പത്തനംതിട്ടയിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. മുസ്ലിം കാറ്റഗറി 295.84, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 4990, കാറ്റഗറി റാങ്ക് 1686. ഇടുക്കിയിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ബാക്ക്വേർഡ് ഹിന്ദു 296.67 ആണ് ഇൻഡെക്സ് മാർക്ക്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 4344, കാറ്റഗറി റാങ്ക് 161. പത്തനംതിട്ടയിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 297.5 ആണ് ഇൻഡെക്സ് മാർക്ക്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 3938, കാറ്റഗറി റാങ്ക് 37. പത്തനംതിട്ടയിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ലാറ്റിൻ കാത്തലിക്സ് 293.33 ഇൻഡെക്സ് മാർക്ക്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 8544, കാറ്റഗറി റാങ്ക് 226. ഇടുക്കിയിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. കുടുംബി ഇൻഡെക്സ് മാർക്ക് 290.83, 10,977 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. കാറ്റഗറി റാങ്ക് 19. കൊല്ലത്താണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. കുശവൻ 295 ആണ് ഇൻഡെക്സ് മാർക്ക്. 6,353 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. കാറ്റഗറി റാങ്ക് 15. കാസർഗോഡാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ 297.5 ആണ് ഇൻഡെക്സ് മാർക്ക്. 3865 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. കാറ്റഗറി റാങ്ക് 563. കാസർഗോഡാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ധീവര 291.66 ആണ് ഇൻഡെക്സ് മാർക്ക്. 10,176 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 61 ആണ് കാറ്റഗറി റാങ്ക്. പത്തനംതിട്ടയിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. വിശ്വകർമ്മ 297.5 ആണ് ഇൻഡെക്സ് മാർക്ക്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 3712, കാറ്റഗറി റാങ്ക് 10. പത്തനംതിട്ടയിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. 2024 LBS വഴി ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ച ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കും അതിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കും അഡ്മിഷൻ ലഭിച്ച കോളേജിൻ്റെ പേരുകളുമാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. LBSൻ്റെ വെബ്സൈറ്റിൽ നിന്ന് 2024 അലോട്ടഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഇതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അഡ്മിഷൻ കിട്ടിയ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കും അതിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2025 LBSൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഓരോ കുട്ടികളും അവർക്ക് ലഭിച്ചിരിക്കുന്ന സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൻ്റെയും കാറ്റഗറി റാങ്കിൻ്റെയും അടിസ്ഥാനത്തിൽ ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓരോ കുട്ടികളും നിങ്ങളുടെ റാങ്കിനും നിങ്ങളുടെ റാങ്കുമായിട്ട് അടുത്ത് നിൽക്കുന്ന റാങ്കുകൾക്കും 2024 ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് എഴുതിയെടുക്കണം. ആ കോളേജുകൾ LBSൻ്റെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടും. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 2024 അഡ്മിഷൻ കിട്ടിയ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കും അതിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കിനെ കുറിച്ചുമുള്ള വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.